ബാംഗ്ലൂർ ആസ്ഥാനമായിട്ട് പ്രവർത്തിക്കുന്ന ഈ ഷെൽട്ടർ ആക്ഷൻ ഫൗണ്ടേഷനാണ് ഇത്തരം ഒരു ചിന്ത ആദ്യമായിട്ട് കൊണ്ടുവരികയും കേരളത്തിലെ ഈ ഒരു വേനൽ ചൂട് ബാധിച്ചിട്ടുള്ള ഏരിയകളിൽ ഇതുപോലെ അൾട്രാവയലറ്റ് രശ്മികളെ പ്രതിരോധിക്കുന്ന രീതിയിലുള്ള മേൽത്തരം ക്വാളിറ്റിയിലുള്ള കുടകൾ നൽകുവാൻ വേണ്ടി ഒരു തീരുമാനമെടുക്കുകയും അതിന് ഫണ്ട്സ് കളക്ട് ചെയ്യുകയും അത് നാഗ്പൂരിൽ നിന്ന് അത് തയ്യാറാക്കി ഇവിടേക്ക് എത്തിക്കുകയും ചെയ്തിട്ടുള്ളത്. ഈ ഷെൽട്ടർ ആക്ഷൻ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് വലിയ ഒരു വോളണ്ടറി ഓർഗനൈസേഷനാണ്. അതിനകത്ത് കോളേജ് അധ്യാപകരുണ്ട്, ഗവേഷകർ, വിദ്യാർത്ഥികൾ, കലാകാരന്മാർ, സാമൂഹ്യ പ്രവർത്തകരെല്ലാം ഉണ്ട്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ സുഹൃത്തുക്കളിൽ നിന്നും പബ്ലിക്കിൽ നിന്നും ആളുകളോട് ഈ കാര്യം പറഞ്ഞ് പണം റേസ് ചെയ്ത് അത് നമ്മുടെ വെബ്സൈറ്റിനകത്തൂടെ ആവശ്യപ്പെട്ടുകൊണ്ട് അത് ഓഡിറ്റ് ചെയ്തുകൊണ്ട് ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ട് നടത്തുന്ന ഒരു സംരംഭമാണ് ഷെൽട്ടർ ആക്ഷൻ ഫൗണ്ടേഷൻ. ഈ നമ്മുടെ കോഴിക്കോടിനെ തിരഞ്ഞെടുത്തതിൽ പ്രത്യേകിച്ച് ഇതുപോലെ വെയിലത്തിരുന്നുകൊണ്ട് അവരുടെ ഉപജീവനത്തിന് വേണ്ടി ജോലി ചെയ്യുന്നവർക്ക് ഇത്തരത്തിലൊരു കൂട ചെറിയ ഒരു സഹായം മാത്രമല്ല, അവർക്കതെ സംബന്ധിച്ചൊരു വലിയ സഹായമാണ്. മഴയേക്കാൾ അവർക്ക് വിഷമം വെയിലാണ്. പക്ഷെ ഇപ്പോൾ മഴയും വെയിലിനെയും താങ്ങാനായി ഇങ്ങനെ ഒരു കൂട കൊടുത്ത നിങ്ങളുടെ ഷെൽട്ടർ ആക്ഷൻ ഫൗണ്ടേഷനെ എല്ലാ തരത്തിലുള്ള അഭിനന്ദനങ്ങളും അർപ്പിക്കുകയാണ്. അതുവഴി കോഴിക്കോട്ടെ ഇതുപോലെയുള്ള ജനങ്ങൾക്ക് ഒരു ആശ്വാസമായെങ്കിൽ മേയർ എന്ന നിലയ്ക്ക് എനിക്കും അതൊരു ആശ്വാസമാണ്. ഇങ്ങനൊരു സംരംഭത്തിന് കോൺട്രാക്ടേഴ്സിനെ തിരഞ്ഞെടുത്തതിന് ആദ്യമായി ഷെൽട്ടർ കൗൺസിലോ അസോസിയേറ്റ് നന്ദി പറയുന്നു. കോഴിക്കോടിൻ്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിലും എല്ലാവർക്കും അറിയാവുന്നതാണ്, അപകടങ്ങളും കൊണ്ട് പരിപാടികളുണ്ട്. അതിനിടയിലും ഇവിടെ എത്തിച്ചേർന്ന മേയർക്ക് നന്ദി അറിയിക്കുന്നു. ഇനി എന്നും നിങ്ങളോടൊപ്പം കോൺട്രാക്ടേഴ്സും ഷെൽട്ടറും അസോസിയേറ്റും ഉണ്ടാവും. ഇനി ഒരുപാട് കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ട്. അതിന് ഇതുപോലെ ദേവദൂതന്മാർ വരും, ഞങ്ങൾ അതിൻ്റെ ഭാഗമാണ്.